റംദാൻ ഫാസ്റ്റിംഗ് ദിവസങ്ങളൊക്കെ അടുത്ത് വരികയല്ലേ. ഇനി നമ്മുടെ ആ സമയത്ത് ആരോഗ്യവും ആത്മശക്തിയും ഒരുമിച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ക്ഷീണമില്ലാതെ, ബേൺ ഔട്ട് ഇല്ലാതെ, എനർജി ക്രാഷ് ഇല്ലാതെ ഒരു നോമ്പ്. ഒറ്റ ചോദ്യം: പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ എങ്ങനെ ആരോഗ്യവും ആത്മശക്തിയും നിലനിർത്തി? ഉത്തരം വളരെ ലളിതമാണ്. ലളിതമായ ജീവിതശൈലി, ശീലങ്ങൾ, സമതുലിതമായിട്ടുള്ളൊരു ജീവിതം. ഇന്ന് നമ്മുടെ ശാസ്ത്രവും അംഗീകരിക്കുന്ന ഒരു ദിവ്യജ്ഞാനം. തീർച്ചയായിട്ടും ഈ റമദാൻ്റെ ഒരു എനർജി ഫോർമുലയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു കാരണവശാലും ഈ റമദാൻ നമ്മൾ സുഹൂർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സുഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ ഭക്ഷണം. പ്രവാചകൻ പറഞ്ഞത് അതിലൊരു ബറക്കുണ്ട് എന്നാണ്. ഒരു ചെറിയൊരു 2-3 ഡേറ്റ്സും കുറച്ച് വാട്ടർ ആയിട്ടാണെങ്കിലും ആ സമയത്ത് എഴുന്നേൽക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്യുക. കോഴിമുട്ട, യോഗട്ട്, മിൽക്ക്. ഒരു കാരണവശാലും ഒരു സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഓയിലി ഫുഡുകൾ കഴിക്കാൻ പാടില്ല. കാരണം നമുക്കൊരു സുഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് ഉണ്ടാകുന്ന എനർജി ക്രാഷ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ സമയമാണ്. പിന്നെ ഒരു വിശപ്പ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ശ്രദ്ധാശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. സുഹൂർ യഥാർത്ഥ രീതിയിൽ കഴിക്കാതെ, പുലർച്ചെ ഭക്ഷണം യഥാർത്ഥ രീതിയിൽ കഴിക്കാതെ എനിക്ക് എനർജി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫോൺ നമ്മൾ ചാർജ് ചെയ്യാതെ ഇതിൻ്റെ ബാറ്ററി വളരെ മോശം എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്മാർട്ടായിട്ടുള്ള ഹൈഡ്രേഷനാണ്. നമ്മൾ സ്മാർട്ടായിട്ട് കുടിക്കുക, എന്നാൽ അമിതമായിട്ട് കുടിക്കാതിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വെള്ളം കുടിച്ചത്? വളരെ മൈൻഡ്ഫുള്ളായിട്ട്, ചെറിയ ചെറിയ സിപ്പുകളായിട്ടാണ്. നമ്മൾ റമദാനിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇഫ്താറിൻ്റെ സമയത്ത് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക, പിന്നെ പുലർച്ചെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ. പക്ഷേലും ഒറ്റയടിക്ക് കുടിക്കരുത്. പിന്നെ ഷുഗറി ഡ്രിങ്ക്സ് ഒഴിവാക്കുകയും വേണം. അപ്പോൾ അത് യഥാർത്ഥ രീതിയിലുള്ള ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എനർജി പ്ലസ് നല്ലൊരു സ്ഥിരതയുള്ള മാനസികാവസ്ഥയാണ്. 2 മിനിറ്റ് കൊണ്ട് 1 ലിറ്റർ കുടിക്കുക എന്ന് പറയുന്ന ഒരു സുന്നത്തല്ല, അതൊരു മത്സരം മാത്രമാണ്.